നമോസ്തുതേ. സൗത്രി, എന്താ ഇത്ര ആലോചന? കണ്ടിട്ട് മോനെവിടെ? നല്ല ഉറക്കമാ, ഞാൻ എടുത്തോണ്ട് വരാം. ഉറങ്ങിക്കോട്ടെ. ഓ, എന്തൊരു പുന്നാരം! മോനെ കാണാത്തൊരു വിഷമം. പണ്ടൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരാറുണ്ടായിരുന്നു. ഇപ്പൊ ആ പതിവ് ഇല്ലാതായി. വിവരങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞത് മുതൽ പഴയതുപോലെ പോരാൻ പറ്റുന്നില്ല സാവിത്രി. ചേട്ടനിലെയും ചോദിച്ചു, എന്തായി? സാവിത്രി, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ചേട്ടന്റെ ചോദ്യത്തിന് ഉത്തരമില്ലാതായിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നീയും നമ്മുടെ കുഞ്ഞും എന്റെ വീട്ടിൽ കഴിയേണ്ടവരാണ്. വേദാന്തം പലതും ഞാൻ കേട്ട് കഴിഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, മര്യാദയ്ക്ക് ഇവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാണോ? ഇല്ലെങ്കിൽ ഒരു ദിവസം ഇവളും കുഞ്ഞും നിങ്ങളുടെ ബംഗ്ലാവിലെത്തും. അച്ഛന്റെ കാര്യം ശങ്കരൻകുട്ടിക്കും അറിയാവുന്നതല്ലേ? അച്ഛന്റെ പേര് പറഞ്ഞ് ഇനിയും എന്നെ കബളിപ്പിക്കണ്ട. ശങ്കരൻകുട്ടി, സാവിത്രിയും കുഞ്ഞും ഞാൻ കാരണം ഒരിക്കലും വിഷമിക്കില്ല. ഒരു കാര്യം ഞാൻ തെളിയിച്ച് തന്നെ പറയാം. എന്റെ പെങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ ഒരാളല്ല ആവശ്യം, അവൾക്കൊരു ഭർത്താവാണ് വേണ്ടത്. അത് മറക്കരുത്. ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോവുകയാണ്. നാളെ തന്നെ മടങ്ങി വരും. സാവിത്രി വിഷമിക്കണ്ട. അച്ഛനെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. പോയി വരട്ടെ. ഞാൻ വരട്ടെ സാവിത്രി. ഇപ്പൊ അഭിമാനമായി, അച്ഛന്റെ സ്വഭാവമായി. അന്നൊന്നും ഇതില്ലായിരുന്നല്ലോ. ഏതായാലും ഒരു കാര്യം പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ, അവന്റെ വെപ്പാട്ടിയായിട്ട് ജീവിക്കാമെന്ന് നീ കരുതണ്ട. അടുത്ത പ്രാവശ്യം അവൻ തന്നെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അപ്പൊ കാണാം, ഇവിടെ ഒന്നല്ല 2 കൊല നടക്കും. അതൊന്നും വേണ്ടി വരില്ല.
അദ്ദേഹം എനിക്ക് വീട് വാങ്ങി തരാമെന്ന് പറഞ്ഞു. വാങ്ങി തന്നില്ലേ? എനിക്ക് വിശ്വാസമുണ്ട്, താമസിച്ചാലും അദ്ദേഹം എന്നെ സ്വീകരിക്കുമെന്ന്. ശരി, ഞാൻ പോകുന്നു. നാളെ വരാം. അപ്പോഴറിയാമല്ലോ. നീ എവിടെ പോയിരുന്നു? എസ്റ്റേറ്റിൽ പോയിരുന്നു? പോയിരുന്നു. അപ്പോ നീ എന്നെ അനുസരിക്കാനുള്ള ഭാവമില്ലല്ലേ? ഞാൻ അച്ഛനെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. സാവിത്രിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരാൻ അച്ഛൻ അനുവദിക്കണം. അത് മാത്രം സാധ്യമല്ലെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവൾ ആരാണ്? അവളൊരു പാവപ്പെട്ട വീട്ടിലെയാണ്. എങ്കിലും എനിക്ക് അവളെയാണ് ഇഷ്ടം. ഈ തറവാട് ഏതാണെന്ന് നീ മറക്കരുത്. നാട് ഭരിച്ച പൊന്നുതമ്പുരാൻ പട്ടും വളയും സമ്മാനിച്ച തറവാടായത്. തലമുറകളായി പ്രതാപത്തോടെ എല്ലാവിധ അധികാരങ്ങളോടും കൂടി എന്റെ അച്ഛനപ്പൂപ്പന്മാർ ജീവിച്ച ഇവിടെ എന്റെ മരുമകളായി വരേണ്ടവൾ ആരാണെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ കാരണം ഒരു പാവപ്പെട്ട പെണ്ണ്. അതേപ്പറ്റി നീ വിഷമിക്കേണ്ട. ഇതൊക്കെ ചെറുപ്പത്തിന്റെ ബുദ്ധിമോശം കൊണ്ട് ആർക്കും പറ്റാവുന്നതാണ്. ഇതൊരു ബ്ലാങ്ക് ചെക്കാണ്. അവൾക്ക് എത്ര തുക വേണമെങ്കിലും എഴുതിയെടുക്കാം. അവൾക്ക് പണമല്ല അച്ഛാ വേണ്ടത്. പാവപ്പെട്ടവളായാലും അവൾക്കും അവളുടെ വീട്ടുകാർക്കും നമ്മളെപ്പോലെ അഭിമാനമില്ലേ? നിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് സമയമില്ല. പറയൂ, എന്താണ് നിന്റെ തീരുമാനം? ഞാൻ അവളെ സ്വീകരിക്കും. ഈ അഭിപ്രായത്തിന് മാറ്റമില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? മാറ്റമില്ലേ എന്ന്? ഇല്ല. ശരി. ഇതിലേത് വേണമെങ്കിലും എടുക്കാം. നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ തോക്കുകൊണ്ട് എന്നെ കൊല്ലൂ. അല്ലെങ്കിൽ ഇതാ. ഏത് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് നീയാണ്. വേഗമാകട്ടെ. നീ എനിക്ക് വേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കണം. അച്ഛൻ വാശിക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ. തീരെ സമ്മതിക്കുന്നില്ല. ഒരു പക്ഷേ കുറെ കഴിഞ്ഞാൽ മോനെ കൂടി കണ്ടു കഴിയുമ്പോ അച്ഛന്റെ മനസ്സ് മാറിയെന്നിരിക്കും. പക്ഷേ ഇപ്പൊ ചേട്ടനോട് എന്ത് പറയും? മറ്റുള്ളവരെ പോലെ എന്നെ കണക്കാക്കരുതെന്ന് പറയണം. എനിക്ക് പറ്റില്ല. എന്നും ഇങ്ങനെ വാക്കുമാറ്റി പറയാൻ. സാവിത്രി, സാവിത്രി. സാവിത്രി, സാവിത്രി, എന്നൊക്കെ കരയാതെ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. എനിക്കൊന്നും അറിയില്ല. ഞാൻ നശിച്ചു. എഴുന്നേക്ക് സാവിത്രി, എഴുന്നേക്കാൻ. എഴുന്നേക്ക്. സമാധാനമായിരിക്കുക. ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് മകന്റെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങാം. ഇതാ, ഇത് വെച്ചോളൂ. ഓഹോ, നഷ്ടപരിഹാരം കൊടുത്ത് പോകാൻ വന്നതാണോ? എന്റെ പെങ്ങളെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ശങ്കരൻ. എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? കുഞ്ഞിനെടുക്ക. ഇനി എന്നെ ഞാൻ ഇവിടെ താമസിപ്പിക്കില്ല. എനിക്ക് ഈ നാട്ടിൽ തലമുക്കി നടക്കണം. സാവിത്രിക്ക് ഞാൻ ഒരു ദുഃഖവും ഉണ്ടാക്കില്ല. നിങ്ങളെപ്പോലെയുള്ള പണക്കാർ ഇത് ഇന്നും ഇന്നലെയും പറഞ്ഞു തുടങ്ങിയതല്ല. ചോരയും നീരുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ നശിപ്പിക്കും. എന്നിട്ട് തറവാടിന്റെ മാനം കാക്കാനെന്ന് പറഞ്ഞ് കുറെ നോട്ടും വലിച്ചു വെച്ചിട്ട് പോക്കും. ആ പതിവ് ഇനി ഇവിടെ നടക്കില്ല.
അച്ഛൻ ബംഗ്ലാവിലെത്തിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് അച്ഛനൊന്ന് വിശ്വസിപ്പിക്കാനെങ്കിലും. പറ്റില്ല. ഇവളെ കയ്യോടെ ഇവിടുന്ന് കൊണ്ടുപോകണം. നിർബന്ധമാണോ? ആ, എങ്കിൽ തൽക്കാലം സാധ്യമല്ല. എന്നാൽ താൻ ജീവനോടെ ഇവിടുന്ന് രക്ഷപ്പെടില്ല. എന്റെ കുഞ്ഞിന്റെയും അവന്റെ അമ്മയുടെയും കാര്യം നോക്കാൻ ആരുടെയും ശുപാർശ ആവശ്യമില്ല. സാവിത്രിയും കുഞ്ഞിനെയും കൊണ്ടല്ലാതെ നീ ഇവിടുന്ന് പോവില്ല. സാവിത്രിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് ആരുടെ ശുപാർശ എനിക്ക് ആവശ്യമില്ല. ഇല്ലെങ്കിൽ മാറണം. സാവിത്രി, മോളെ വേണ്ട. മോന് ചോറ് വേണോ? ആഹാ, ഇനി അമ്മ വരുള്ളതാ. നീ കൈ കഴുകും മോനെ. ആ മോളെ. അയ്യേ, ചീത്ത കുട്ടി. അമ്മ പറയാറില്ല മോനെ ഇങ്ങനെ ചെയ്യരുതെന്ന്. കൈ കഴുകെ. വാ മോളെ. നല്ല കൊച്ചാണോ? ആ, ഉറങ്ങോളെ. ഉറങ്ങിക്കോ. അമ്മേ, കൺമണി പൂക്കണി പാട്ട് പാടമ്മേ. പാടാം.
ചെല്ലാമെന്ന് ഏറ്റുപോയി. പ്രഭേ, നീ അലഞ്ഞു നടക്കുന്നത് എനിക്കിഷ്ടമല്ല. പഠിപ്പിൽ നിനക്ക് തീരെ താല്പര്യമില്ല. എങ്കിൽ പിന്നെ എന്നെ സഹായിച്ചുകൂടെ? ബിസിനസ് കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യേണ്ടവനാണ്, ഇന്നല്ലെങ്കിൽ നാളെ. പിന്നെ ഇപ്പോഴേ എന്റെ മോനെ നിങ്ങളുടെ കൂട്ടൊന്നും ആക്കണ്ട. അവന്റെ കൂട്ടുകാരുമായി അത് നടക്കേണ്ട സമയമല്ലേ? ലക്ഷ്മി, നീയാണ് ഇവനെ വഷളാക്കുന്നത്. കുട്ടികളെ അധികം ലാളിക്കരുത്. അച്ഛൻ അങ്ങനെയൊക്കെ പറയും. മോന് കൂട്ടുകാരനെ കാണണ്ടല്ലോ. പൊയ്ക്കോ മോനെ. ലാളിച്ച് ലാളിച്ച് വഷളാക്കിക്കോ. ഒടുവിൽ നീ തന്നെ ദുഃഖിക്കേണ്ടി വരും. ഓ, ദുഃഖിച്ചോളാമേ. ഡാഡി, എന്റെ മകൾ ഒരഴിഞ്ഞാട്ടക്കാരി ആവരുന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഡാഡി, നീ കോളേജിൽ പോകുന്നത് പഠിക്കാൻ മാത്രമായിരിക്കണം. വിശദീകരണ ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് ഒരാളെ സ്നേഹിച്ചുകൂടാ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? നിന്നെ സ്നേഹിക്കുന്നവൻ ആരാണെന്ന് പറയൂ. വിവാഹം കഴിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ വിവാഹത്തിന് മുമ്പുള്ള ഒരു ബന്ധവും എന്റെ മകൾക്ക് പാടില്ല. അത് ഓർമ്മിരിക്കട്ടെ. മേലിൽ ഇത് ആവർത്തിച്ചാൽ നിനക്കെന്നുള്ള മകളുടെ സ്ഥാനം ഇല്ലാതാകും. അയ്യോ ചേട്ടന്മാരെ, എന്നെ ഒന്ന് രക്ഷിക്കണേ. അയ്യോ, എന്താ കാര്യം? ഇയാൾ എന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി. അവിടെ വേണ്ടാത്തൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ദയവായി ഇയാളുടെ കൂടി എന്നെ വിടരുതേ. ഇവളെ ഞാൻ പണമെടുത്ത് വാങ്ങിച്ചാണ്. അയ്യോ, ഞാൻ ആരോരും ഇല്ലാത്തവള്. ആ സ്ത്രീ എന്നെ ചതിച്ചതാണ്. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. നിന്നെ ഹോട്ടലിൽ കൊണ്ടു തന്നെ മതിയാവും. അയ്യോ, എന്നെ വിടൂ. അയ്യോ, എന്താണ് ഇവിടെ ചോദിച്ചു കേട്ടില്ലേ?
നീയൊക്കെ ചോറാണോ തിന്നുന്നത്? കൊണ്ടുപോടേ ഇവിടെ. റാസ്കൽ. എന്ത് പറഞ്ഞടാ? പറഞ്ഞത് കേട്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? നീ ഏതാടി? പൊന്നിയേട്ട, ഞാൻ ആരോരും ഇല്ലാത്തൊരു പാവമാണ്. എവിടാ നിന്റെ വീട്? എനിക്ക് വീടില്ല. പിന്നെ നീ ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ? കള്ള വർഗങ്ങൾ. നല്ല ആരോഗ്യമുണ്ടല്ലോ നിനക്ക്. വല്ല കല്ലോ മണ്ണോ ചുമന്ന് ജീവിച്ചൂടെ? അല്ല അതെങ്ങനെ? വിയർക്കാതെ തിന്നാൻ വേണ്ടിയിട്ടല്ലേ കണ്ടവന്റെ കൂടെ ഓടി നടക്കുന്നത്? ചേട്ടാ, ഞാൻ അങ്ങനെയുള്ളവളല്ല. എന്ത് ജോലി ചെയ്തും ഞാൻ ജീവിച്ചോളാം. പക്ഷേ ആരുമില്ലാത്ത എന്നെ ഇങ്ങനെയുള്ള ആളുകൾ നശിപ്പിക്കാനിട്ട് ഓടിക്കാന്ന്. സത്യമാണോ നീ പറയുന്നത്? അതെ. നിന്ന് മോങ്ങാതെ വാ. കേരളി, എന്താണ് ഒരു സംശയം? കേറ്. കിട്ടും. 5 രൂപ കിട്ടി വെള്ളടിക്കായിരുന്നു പണ്ട. വാ. നിന്റെ പേരെന്താ പറഞ്ഞത്? ഓമിന. വാ വാ. അല്ല, ഇത് എവിടെ നിന്ന് കിട്ടി? വഴിയിൽ നിന്ന് കിട്ടിയതാ. ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ പോവാ. ഒയ്യോ, എന്റെ പൊന്നളിയാ, എന്റെ ഭാര്യ എന്നെ തിന്നും. വേറെ ഒന്നും കിട്ടിയില്ലേ നിന്റെ ഭാര്യക്ക് തിന്നാൻ? അവൾക്ക് ചെലവിന് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് എന്നെ ഇട്ട് വട്ട് കെട്ടുന്ന നിങ്ങൾ കാണുന്നില്ലേ? എനിക്ക് വല്ല കൂലിയോ പണിയോ മറ്റോ ഉണ്ടോ? ഏതെങ്കിലും ക്ലാസ് വർക്കിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തനൊരു വസൂരി പോലും വരുന്നില്ലെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരുത്തൻ പാമ്പ് കടിച്ചാലേ എനിക്കൊരു ക്ലാസ് വർക്ക് കിട്ടുള്ളൂ. ഒരു നീർക്കോലി പോലും കടിക്കുന്നില്ലെന്നുള്ളതാണ്. അങ്ങനെ നീ ഉണ്ടാക്കണ്ട. ഇവക്ക് ചെലവിനുള്ളത് ഞാൻ കൊടുത്തോളാം. ഇന്നത്തേക്കുള്ള ചെലവ്. എവിടെ? ഇതുള്ളൂ, രക്ഷപ്പെട്ടു. നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. എവിടാ നിന്റെ ഭാര്യ വാസവദത്ത? നീ രാത്രിയിൽ എന്തോ ചെയ്യുന്നു? ഇനി രാത്രിയിൽ ഇവിടെ ഉണ്ടെന്നല്ലോ ഉണ്ടായാല്. എടി നിന്നോടാ പറയുന്നത്. ഇടിച്ച് രണ്ടിനെ കഞ്ഞിനായി ഞാൻ ഇറക്കിക്കളെ. നീ ഒരാളാണോ? എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറയും.
അവളോട് ചോദിക്കും അയ്യോ ഒരാള് പോയിക്കോളൂ. എന്നെ മേത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ ദേ, എന്നെ കൊണ്ടൊന്നും എന്നെ കൊണ്ട് എന്ത് കുന്താം ദേ ഈ നിൽക്കുന്നവളെ കണ്ടല്ലോ, സൂക്ഷിച്ചോണം. ഇവിടെ ചുറ്റുവട്ടത്ത് വല്ലവന്മാരും കണ്ണടിച്ചും ചൂളമടിച്ചും നടക്കുന്നത് ഞാൻ കണ്ടാൽ അന്ന് ഇവിടെ യുദ്ധമായിരിക്കും. നീ എന്താണ് ഉത്സവം കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, ഈ പെണ്ണിനെ ഇവിടെ നിർത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ അതാലോചിച്ചു പോയതാ. കയറി കയറി നോയിക്കോണേ. അല്ലയോ അല്ലയാ, ഒരു ലിഫ്റ്റ്. ഉഷയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ. ഒന്നുകിൽ എനിക്ക് അവളെ വിവാഹം കഴിച്ചറിയാം, ഇല്ലെങ്കിൽ സ്വത്തിന്റെ പകുതി. തൽക്കാലം ഒന്നും പറയാൻ പറ്റില്ല. അമ്മായി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ ഭാവം മാറും. ഉഷയുടെ മനസ്സറിയാതെ ഞാനെന്ത് പറയാൻ? അവൾക്കിത് ഇഷ്ടമാണെന്നേ. കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ തന്നെ എന്താ അമ്മായി തീരുമാനിച്ചാൽ അവളെ നിൽക്കുവോ? നീ നല്ലവനായിരുന്നെങ്കിൽ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. നിന്റെ ഗുണം കൊണ്ടല്ലേ ചേട്ടൻ സ്വത്ത് മുഴുവനും എന്റെ പേർക്ക് എഴുതി വെച്ചത്? ചെറുപ്പമൊക്കെ ആകുമ്പോ അങ്ങനെ ചിലതൊക്കെ ഉണ്ടായെന്ന് വരും. എനിക്ക് അവളെ ഒന്ന് കല്യാണം കഴിച്ചു വന്നു നോക്ക്, ഞാൻ എങ്ങനെ ജീവിക്കുന്നത് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഒറ്റ പെൺപിള്ളേരുടെ മുഖത്തോട് നോക്കില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊന്ന് പറയാം. അടുത്ത ആഴ്ച വരും. അതിനുള്ളിൽ അമ്മ എന്തെങ്കിലും തീരുമാനിച്ചു തുടങ്ങണം. ഈശ്വര, പോയോ മോളെ? നമുക്ക് നാട്ടിലേക്ക് പോകാം. ചേട്ടൻ എന്ത് പറഞ്ഞു? പഴയ പല്ലവി തന്നെ. നിന്നെ അവന് പിടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. വേണ്ട വേണ്ട, എന്റെ ജീവനുള്ള കാലം ഞാനത് സമ്മതിക്കത്തില്ല. അവൻ അത്രയ്ക്ക് ചീത്തയാ. ഞാനത് ചെയ്താൽ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ആത്മാവ് വേദനിക്കും. മരിക്കാൻ നേരത്ത് അദ്ദേഹം അതാണ് പറഞ്ഞത്, നിന്നെ ആർക്ക് പിടിച്ചു കൊടുത്താലും അവന് കൊടുക്കരുതെന്ന്. ഏതായാലും നമുക്കുടനെ ഇവിടുന്ന് പോകാൻ നോക്കാം. ചലന്ത, പെട്ടെന്നിങ്ങനെ തോന്നാൻ ഇനിയും ഇങ്ങനെ വിട്ടാൽ പിടികിട്ടിയില്ലെന്ന് വരും. അതിനിപ്പോ എന്തുണ്ടായി? അവന്റെ പഠിത്തം കഴിയണ്ടേ? അവൻ പഠിക്കുന്ന എന്താണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ അഭ്യാസങ്ങളാണ്. എന്താണെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അവനെ ഇന്ന് ഞാനൊരു പെണ്ണിന്റെ കൂടെ കണ്ടു. ഇത്രയേ ഉള്ളൂ? അത് പോരായിരിക്കും. പഴയകാലമൊന്നും അല്ലല്ലോ. ആൺകുട്ടികളല്ലേ, കൂടെ പഠിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിയായിരിക്കും. അതിനിത്ര ക്ഷോഭിക്കാൻ എന്തുണ്ട്? വെറുതെയുള്ള അത്തരം ബന്ധങ്ങളാണ് പലരെയും വേദനയിൽ കൊണ്ടുവന്നെത്തിക്കുന്നത്. ഇക്കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മൾ നിശ്ചയിക്കുന്ന വിവാഹമേ നടക്കും. അവൻ എതിർത്തുനിന്ന് വരും. നീ അവൻ അനുകൂലമായി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. മോന്റെ കൂടെ കണ്ട ആ പെൺകുട്ടിയെ പറ്റി തന്നെ തിരക്കിയാലോ? നമുക്ക് ചേരുന്നതാണെങ്കിൽ അത് തന്നെ നടത്തിക്കൂടെ? അറിഞ്ഞിടത്തോളം അവൾ ഈ വീട്ടിൽ വരാൻ യോഗ്യതയുള്ളവളല്ല. എന്നാ വേറെ നോക്കാം. ഏതായാലും മോനോട് വഴക്കിനൊന്നും പോരുത്. എടോ പാച്ചുപിള്ളേ, നമ്മുടെ പ്രഭയ്ക്ക് നമ്മുടെ അന്തസ്സിന് ചേർന്ന ഒരു പെൺകുട്ടി ഉടനെ കണ്ടുപിടിക്കണം. വയ്ക്കോ.
വേണ്ടമ്മ, ഞാൻ കൊണ്ടുവരാം. അമ്മ, അമ്മ, ഇതൊരു 5 രൂപ കൂടുതലുണ്ടല്ലോ. അത് ഞാൻ അറിഞ്ഞു തന്നതാ. എങ്കിൽ ഞാൻ വരട്ടെ. ശരി. വല്ലപ്പോഴും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ആ. ഓമനെ, ഓമനെ. ശരി, പോയിക്കോ. ഇത് കാറിൽ കിടന്ന് കിട്ടിയതാ. ആരാ മോളെ അത്? അയ്യോ, ഞാനിത് നോക്കാത്ത സ്ഥലമില്ല. മാല പോയാലും വേണ്ടിയല്ല, എനിക്ക് ആ ഫോട്ടോ കിട്ടിയാൽ മതിയായിരുന്നു. നിന്റെ കൊച്ചുനാളത്തെ ഒരേ ഒരു ഫോട്ടോയാണിത്. ഗോപി എന്നല്ലേ പേര് പറഞ്ഞത്? ഇങ്ങനെ ഒരു സ്വർണ്ണമാല കിട്ടിയാൽ ഇക്കാലത്ത് ആരും കൊണ്ടൊന്നും കൊടുക്കാറില്ല. ബാ, കാപ്പി കുടിച്ചിട്ട് പോകാം. അയ്യോ, ഒന്നും വേണ്ട, ഞാൻ പിന്നൊരു ദിവസം വരാം. ചിന്നമ്മേ, എന്താടി? എന്താ? എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേടാ? ഈ എസ്റ്റേറ്റിൽ ഞാൻ വിചാരിച്ചാൽ എന്ത് നടക്കും? എന്ത് നടത്തുന്നതിന്റെ അനുഭവം ഇതാണ്. നീ സൂക്ഷിച്ചു, നിന്റെ ശവം ഞാൻ ഈ തോട്ടത്തിൽ വെട്ടിമൂടും. ചേടാ, ജോസഫിനോട് കളിച്ചിട്ടുള്ളവരും കളി പഠിക്കാതെ പോയിട്ടില്ല. ആഹാ, അങ്ങനെയാണോ? എന്നാലേ ഞാൻ നിന്നെയും ചില കളിയൊക്കെ പഠിപ്പിച്ച ഇവിടുന്ന് പോകും. ശരി, കണക്ക് നമുക്ക് പിന്നീട് തീർക്കാം. ഓ, നമസ്കാരം. നിങ്ങൾക്കെന്താ പോലീസ് അധികാരമുണ്ടോ? മാനേജർ തെറ്റാണ് ചെയ്തെങ്കിൽ ഞാൻ നടപടിയെടുക്കും, അല്ലാതെ കൈയേറ്റം ചെയ്ത് ശരിയായില്ല. തല്ലേണ്ടതാണെന്ന് തോന്നി, അതുകൊണ്ട് തല്ലി. അപ്പോ നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നു അല്ലേ? ഇതൊരു കുറ്റവിചാരണയാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സസ്പെൻഷൻ ഡിസ്മിസലായി മാറും. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ടീച്ചറിനെ പിരിച്ചുവിടാൻ പാടില്ല. മാനേജറാണ് തെറ്റ് ചെയ്തത്. ഞാനൊരു തെറ്റും ചെയ്തില്ല സാർ. ആഹാ, നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എടാ, അച്ഛനമ്മയെ വിളിച്ചോണ്ടോ. വരട്ടെ, ബഹളം വച്ചിട്ട് കാര്യമില്ല. ഇതൊരു വലിയ സ്ഥാപനമാണ്, നിരവധി ജോലിക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ കാരണത്താൽ മാനേജറെ തള്ളണമെന്ന് തോന്നിയാൽ ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടക്കും? ഇതിന് ചില അംഗീകൃത നടപടികളുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും.
ഏതായാലും സസ്പെൻഷൻ പിൻവലിച്ച് ടീച്ചറുടെ ജോലിയിൽ പ്രവേശിപ്പിക്കണം. എൻക്വയറി കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റൂ. അന്യായമായ ശിക്ഷ നടപടി ഉടൻ പിൻവലിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഇന്നു മുതൽ പണിമുടക്ക് ആരംഭിക്കും. ഏതായാലും നിയമപരമായ നടപടികൾ പൂർത്തിയാകുന്നവരെ ടീച്ചർ സസ്പെൻഷനിലായിരിക്കും. ഈ മർക്കടപുഷ്ടി അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത്. നിർത്ത്. എനിക്ക് വേണ്ടി ആരും പണിമുടക്കുകയും വേണ്ട, സമരം ചെയ്യുകയും വേണ്ട. സാർ, നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ 1000 പേർ നോക്കിയൊക്കെ കൊല ചെയ്താലും തെളിവിന്റെ അഭാവത്തിൽ ശിക്ഷിക്കപ്പെടാത്ത സംഭവങ്ങളല്ലേ? എനിക്കറിയാം. ആ പെണ്ണിനെ നശിപ്പിച്ച് ഈ മനുഷ്യനെതിരായിട്ട് തെളിവ് കൊടുക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇയാളെ തല്ലി. എന്റെ തല്ലുകൊണ്ട് ഈ മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് മനസ്സില്ല. ഞാൻ പോകുന്നു. ഗുഡ് ബൈ. മിസ്റ്റർ ജോസഫ്, നിങ്ങൾ ചെറുപ്പമാണ്. ഇവിടെ സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്റെ മാനേജർ ഇത്തരത്തിലുള്ള ഒരാളാകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. നിങ്ങളുടെ കീഴിൽ വളരെയധികം തൊഴിലാളികളുണ്ട്. നിങ്ങൾ അവർക്ക് എപ്പോഴും ഒരു മാതൃകയായിരിക്കണം. ഏതായാലും ഇത്തരം സംഭവങ്ങൾ മേലിൽ ആവർത്തിക്കരുത്. വല്ലതും ഉണ്ടായാൽ പിന്നെ നോ എക്സ്ക്യൂസ്, യു ക്യാൻ ഗോ. അല്ല, പോവുകയാണല്ലേ? എന്താ? എന്നാ കണ്ടു? അല്ല, നമ്മൾ തമ്മിലുള്ള കണക്ക് തീർത്തില്ലല്ലോ. അത് തീർത്തില്ലെങ്കിലേ എനിക്ക് വലിയ മനപ്രയാസമാണ്. എന്നാലേ അത് തീർത്തിട്ടേ പോകുന്നുള്ളൂ. എടാ, ഇനി അങ്ങനെ വിളിച്ച അടിച്ചതിന്റെ പല്ലി ഞാൻ താഴെയിടും. എനിക്കെതിരെ ശബ്ദിച്ച ഒരുത്തനും ഈ എസ്റ്റേറ്റിന്റെ പുറലോകം കണ്ടിട്ടില്ല. പിന്നെയല്ലേ തല്ലിയ നീ? അന്ന് സഖാക്കളുമായി വന്ന ആവേശം ഇപ്പോൾ ഉണ്ടോടാ? മനസ്സിലായില്ലേ? സഖാക്കളില്ലെങ്കിൽ ഈ പീറ്റർ തോക്കില്ലെന്ന്. നീ മാനേജരായിരിക്കും, പക്ഷേ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ മാനം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ പീറ്റർ അല്ലെങ്കിൽ തൊഴിലാളികളുടെ നിന്ന് മറ്റൊരു പീറ്റർ ഉണ്ടാവുമെന്ന് നീ കരുതിക്കും. ഹലോ, റോങ് നമ്പർ. അവൻ മരിച്ചില്ലേ? അവൻ തന്നെയല്ലേ അത്? എന്തായി? അത് ഇമ്പീരിയൽ എക്സ്പോർട്ട് കമ്പനിയുടെ ഓണർ ബാബു സുരേഷ്. ഭാര്യയുണ്ട്, കൂടെ ഉണ്ടായിരുന്നത് മകൻ. ആ, മോനെ ഇപ്പോഴേ തന്നെ ബിസിനസ്സിലേക്ക് ഇറക്കിയോ? ബിസിനസിന് മുമ്പ്. താങ്ക് യു.
ചേച്ചിക്ക് വേണ്ടേ? മോള് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നോ? പൊയ്ക്കോ, വൈകുന്നേരത്ത് ഇങ്ങ് എത്തിയാ മതി. അങ്ങനെ രാവിലെ കൊണ്ടുപോയി വൈകിട്ട് തിരിച്ചയക്കാറില്ല. എന്തു പറയുന്നു ചേച്ചി? എനിക്ക് ആരോടും ചോദിക്കാനില്ല. ബാബു അങ്ങനെ എന്നാൽ അടുത്തു വരുന്ന മുഹൂർത്തത്തിൽ ഉഷമോളെ കൊണ്ടുപോകാനുള്ള തീയതി ഞങ്ങൾ കുറിക്കും. മോളിഞ്ഞ് വന്നേ. ഞങ്ങളുടെ വീട്ടിലേക്ക് മോള് വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച അവൾ അങ്ങോട്ട് തന്നെയല്ലേ വരാൻ പോകുന്നത്. അപ്പോ അങ്ങനെ തന്നെ. എന്താ ലക്ഷ്മി? വട്ടെ ചേച്ചി. ആട്ടെ, പോട്ടെ മോളെ. എല്ലാം പറഞ്ഞതുപോലെ. ഓ, വട്ടെ മോളെ. എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. ഏയ്, എന്താണ് ആലോചിക്കുന്നത്? ജീവിതകാലം മുഴുവനും ഇങ്ങനെ പ്രഭയോട് മാറി തലവെച്ച് കിടക്കാൻ കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തിയായി. അതിന്റെ ബോറ് അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ അറിയാം. ജീവിതകാലം മുഴുവൻ പോയിട്ട് ഒരു ദിവസം പോലും അങ്ങനെ കിടക്കാൻ കഴിയില്ല. പ്രഭയ്ക്കറിയില്ല, ഈ നിമിഷങ്ങൾ എത്ര തവണ പുനർജനിച്ചാലും എനിക്ക് മടുപ്പ് തോന്നില്ല. സ്വപ്നയ്ക്ക് സ്നേഹം ഒരു ലഹരിയായി തോന്നുന്നുണ്ടായിരിക്കും. അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ. എനിക്കൊരു ലഹരി തന്നെയാണ്. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ എല്ലാം മറക്കുന്നു. ഞാൻ പ്രഭയിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്നത് വരെ ആ ലഹരി എന്നെ വിട്ടു മാറില്ല. പ്രഭേ, എന്റെ പ്രഭേ. മണിവേണുനാദമായി നിൻ പദാരിൽ താളമാകാം ഒരു നൃത്തമേള തീർക്കാൻ ഇനിയൊന്നു നീയൊരുങ്ങൂ ഒരു നൃത്തമേള തീർക്കാൻ ഇനിയൊന്നു നീ
മൂകഭാവം അറിയൂ എന്നാത്മദാഹം ഗമദനി സമഗരി ധനി ധമ ഗമദനി ധനി 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 ധമ ധമ ഗമഗരി സദനി നിസ ജഗ ഗമ മദനി നിസ ഗദനി നിസ ജഗ ഗമ മദനി നിസ തുടരേണ്ട മൂകഭാവം അറിയൂ എന്നാത്മദാഹം ഒരു സ്വപ്നം പൂർണ്ണമാക്കാൻ ഇനി മെല്ലെ നീ തുടങ്ങൂ ഒരു സ്വപ്നം പൂർണ്ണമാക്കാൻ ഇനി മെല്ലെ നീ തുടങ്ങൂ പ്രതിലോലയായി വരൂ നീ ഉലകത്തിനെന്നെ മൂടി രാധികേ നിന്ദാസ നടനം കാണാനെത്ര കൊതിച്ചു ഞാൻ രാഗിണി നിൻ യമുനാ പുളിനം പോകാനെത്ര നടന്നു ഞാൻ രാധികേ നിന്ദാസ നടനം കാണാനെത്ര കൊതിച്ചു ഞാൻ സ്വപ്നെ ഏയ് സ്വപ്നെ നീ എന്താ സ്വപ്നം കാണുകയാണോ? അതെ പ്രഭേ, സ്വപ്നം, ഒരിക്കലും തീരാത്ത സ്വപ്നം. ഈ വിവാഹം എനിക്കിഷ്ടമല്ല. അച്ഛൻ വാശിക്കാരനാണെന്ന് അറിയാമല്ലോ മോനെ. ആ അച്ഛന്റെ മകൻ തന്നെയാണ് ഞാനും. ആ വാശി ധിക്കാരം എനിക്കും ഉണ്ടാവും. അച്ഛൻ നിശ്ചയിച്ച പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹവും. ഇഷ്ടമില്ലാത്ത പെണ്ണെ വിവാഹം കഴിക്കാൻ പറയാൻ നിങ്ങളെന്റെ ആരാണ്? എന്ത് പറഞ്ഞാ നീ? അവൾ ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ അല്ലേ? ഈ തറവാട്ടിലേക്ക് കൊണ്ടുവരാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ മാത്രമേ നീ വിവാഹം കഴിക്കൂ. ഡാഡി ഉറപ്പിച്ച കല്യാണം എനിക്കിഷ്ടമല്ല. ഇതിനെപ്പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. നീ ഇവിടെ നിന്ന് പോ മോനെ. ഡാഡിയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. വിവാഹം ഡാഡിക്കല്ല, എനിക്കാണ്. പ്രഭേ, അവനോടിപ്പോ ഒന്നും പറയണ്ട. നീ പോ മോനെ. പോകാനാ പറഞ്ഞത്. നീയാണിതിനൊക്കെ കാരണക്കാരി. കണ്ടില്ലേ, അവനിപ്പോ എന്നെ ധിക്കരിക്കാറായി. പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? അവൻ നിന്നോട് ഇപ്പൊ എന്താ പറഞ്ഞത്? അവൻ എന്നോട് പറയാതെ പിന്നെ ആരോട് പറയാനാ? ഞാൻ അവന്റെ അമ്മയല്ലേ. കുട്ടികൾക്ക് പ്രായമാവുമ്പോൾ അവർക്ക് സ്വന്തമായ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അതിനിങ്ങനെ പെട്ടെന്ന് തല്ലാനോ അടിക്കാനൊക്കെ തുടങ്ങിയാലോ? അടി കൊടുക്കേണ്ടപ്പോ അടി കൊടുക്കണം. അതൊന്നും തൽക്കാലം വേണ്ട. അതുകൊണ്ടാണ് ഇപ്പൊ തിരിച്ചടിക്കാൻ നിന്നത്. ഒന്ന് സമാധാനമായിരിക്കൂ. അവനോട് ഞാൻ പറഞ്ഞോളാം. കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് സ്നേഹം തോന്നിക്കാണും. അത് മാറ്റിയെടുക്കുന്നത് ഇങ്ങനെ അടിച്ചു പിടിച്ചോ കാണും. അവനൊരു ആൺകുട്ടിയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഏതായാലും ശരി, ഈ കല്യാണത്തിനെതിരെ അവൻ ഈ വീട്ടിൽ എന്തെങ്കിലും ശബ്ദിച്ചാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. വരൂ, എല്ലാത്തിനും നമുക്കൊരു വഴി ഉണ്ടാക്കാം. നമസ്കാരം. വന്നിട്ട് 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 ഓ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഹലോ, ഹലോ, താങ്ക് യു. ഇരിക്കൂ. എന്താണ് ഫോണിൽ കൂടി പറയാൻ പറ്റാത്ത കാര്യം? അതൊക്കെ നേരിട്ട് കണ്ടു പറയാനാണല്ലോ ഞാൻ വന്നത്. കേൾക്കട്ടെ. എന്റെ മകളുടെ പേര് സ്വപ്ന. അവളും മിസ്റ്റർ ബാബു സുരേഷിന്റെ മകൻ പ്രഭയുമായി ഇഷ്ടത്തിലാണ്. ഞാനത് അറിഞ്ഞിട്ടില്ല. കുട്ടികൾ പരസ്പരം ഇഷ്ടപ്പെടുമ്പോ പ്രായമായവർ അതേക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ അതിന്റെ ശരി. എന്താ, നിങ്ങൾക്ക് അവർ തമ്മിലുള്ള ബന്ധം ഇഷ്ടമല്ലേ? എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല, ഇതുപോലൊരു തറവാട്ടിലേക്ക് എന്റെ മകളെ പറഞ്ഞയക്കുന്നത് എനിക്കൊരു അഭിമാനവുമാണ്. സോറി മിസ്റ്റർ കെ, അവന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പോ എന്റെ മകളുമായിട്ടുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ലേ, എനിക്ക് അവരുടെ ബന്ധത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അതുകൊണ്ട്
മറുപടി പറയേണ്ട ചുമതലയും എനിക്കില്ല. എന്നാലും അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ മതിയാവും. നിങ്ങൾ പറഞ്ഞ അറിവ് വെച്ച് ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ ഒരു ആൺകുട്ടിയുടെ അച്ഛൻ, ഞാനൊരു പെൺകുട്ടിയുടെ. എന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. പെൺകുട്ടികളെ വളർത്താൻ അറിയാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. അത് സഹിക്കുകയെ നിവർത്തിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ മകനോ എന്റെ മകളുടെ തകർച്ചയിൽ ഉത്തരവാദിത്തമില്ലെന്ന്? വെറുതെ സംസാരിച്ച് സമയം കളയാതെ. എന്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഈ തീരുമാനത്തിന് മാറ്റമില്ലേ? എന്തിന്? എന്റെ മകൻ കാരണം നിങ്ങളുടെ മകൾ പിഴച്ചുപോയോ? അവൾ അവന്റെ കുഞ്ഞിന്റെ അമ്മയായോ? അങ്ങനെയായാൽ എന്നാൽ പോലും നിങ്ങളെ ഒരു ബന്ധുവായി കണക്കാക്കാൻ എനിക്ക് സാധ്യമല്ല. മിസ്റ്റർ ബാബു സുരേഷ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അഭിപ്രായം മാറ്റേണ്ടി വരും. ഒരിക്കലുമില്ല. എങ്കിൽ നാം തമ്മിൽ ഇനിയും കാണും. കാണാൻ വരണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കാണേണ്ടി വരും. അന്ന് വിവാഹക്കാര്യമായിരിക്കില്ല നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. ബൈ. ചേട്ടാ, ചേട്ടൻ എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? ഉഷ നല്ല നിലയിൽ കഴിയുന്നു കണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? അങ്ങനെയല്ല ഓമനെ. വിളിച്ചുകൊണ്ടൊന്ന് താമസിപ്പിക്കാൻ ഒരു വീട് പോലും നമുക്കില്ല. ചേട്ടന്റെ ചുറ്റുപാടുകളെ കുറിച്ച് അറിഞ്ഞാൽ ആ കുട്ടിക്ക് വിഷമം തോന്നും. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പൊ അറിയാതിരിക്കല്ലേ നല്ലത്. എല്ലാം ഞാൻ ആലോചിച്ചു ഓമനെ. ഈ ലോകത്ത് സ്വന്തക്കാരായി ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തെരുവ് തണ്ടിയായി പോയത്. നഷ്ടപ്പെട്ടു പോയ എന്റെ പെങ്ങളെ വീണ്ടും തിരിച്ചു കിട്ടിയപ്പോൾ എനിക്കും ഈ ലോകത്ത് രക്തബന്ധമുള്ള ഒരാളുണ്ടെന്ന് ആർത്തട്ടഹസിക്കാൻ തോന്നി. വിശന്നു കരഞ്ഞ അവൾക്ക് വേണ്ടി ഒരിക്കൽ എനിക്ക് മോഷണം വരെ നടത്തേണ്ടി വന്നു. ദാ നോക്ക്, കമ്പി പഴിപ്പിച്ചു വെച്ച പാട്. അന്ന് ഞാൻ ചെയ്ത കുറ്റത്തിന് എനിക്ക് കിട്ടിയ ശിക്ഷ. ഇല്ല, ഞാൻ അവളെ പോയി വിളിച്ചോണ്ടുവരും. ലക്ഷ്യമില്ലാത്ത എന്റെ ജീവിതത്തിന് ഞാനൊരർത്ഥം കൊടുക്കും. കരയാതെ മോളെ. അവൻ വിവാഹം കഴിച്ചെന്ന് കരുതി നീ എന്തിനാണ് വിഷമിക്കുന്നത്? എന്നെ മറന്നു കളയുമെന്ന് ഞാൻ കരുതിയില്ല. നീ മിടുക്കിയാണെങ്കിൽ കരയേണ്ടത് നീയല്ല, അവളെ വേണം കരയിക്കാൻ. അവന്റെ അച്ഛൻ കണ്ടെടുത്ത ആ പെണ്ണിനെ. ഞാനിത് ചെയ്യില്ല. അവളൊരു പെണ്ണല്ലേ, പ്രഭ അവക്ക് അവകാശപ്പെട്ടതാണ്. ഇനി ഞങ്ങൾ തമ്മിൽ കാണാൻ പാടില്ല. മഠൈ, നീ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? നീ അവനെ കാണണം. അവൻ കല്യാണം കഴിച്ച കാര്യം നീ മറന്നേക്ക്. നിനക്ക് വേണ്ടി ഞാൻ അവന്റെ അച്ഛന്റെ അടുത്ത് നിന്ന് യാചിച്ചു. എന്റെ ഇന്നത്തെ നിലയ്ക്കും വിലയ്ക്കും അവനേക്കാൾ വലിയന്മാരുടെ മക്കളെ നിനക്ക് കിട്ടും. എന്നിട്ട് ഞാൻ അവന്റെ അടുത്ത് നിന്ന് യാചിച്ചു. അവൻ എന്നെ അപമാനിക്കുകയാണ് ചെയ്തത്. അവൻ പറഞ്ഞ വാക്കുകളൊന്നും എനിക്ക് നിന്നോട് പറയാൻ കൊള്ളില്ല. ഞാൻ പ്രഭയെ ആശിച്ചുകൂടായിരുന്നു. മോളെ സ്വപ്നെ, അവൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. എങ്കിലേ അച്ഛന് മനസ്സമാധാനമാവും. ഇതൊരു പ്രതികാരമാണ്. അവന്റെ അച്ഛൻ എന്റെ അടുത്ത് വരണം. അവൻ ചോദിച്ചതുപോലെ അവന്റെ മുഖത്ത് നോക്കി എനിക്കും ചോദിക്കണം. മോളെ, അച്ഛൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മോളെ, ഒരച്ഛന് മകളോട് പറയാൻ പാടില്ലാത്ത കാര്യമാണിതെല്ലാം. പക്ഷേ ഇത് അച്ഛൻ്റെ ഒരു ആവശ്യമാണ്. നീ അതനുസരിക്കുകയും വേണം. ഡാഡി പണക്കാരനായ ഒരു അച്ഛന്റെ അധികാരം കാണിച്ചു. നീ പറയുന്നത് വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വിവാഹിതയായ ഒരു പെൺകുട്ടി എന്നും അവളുടെ ഉറക്കറയിൽ ഭർത്താവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? എനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? നീ വിവാഹിതനാണ്. നിനക്ക് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധം പാടില്ല. ഞാൻ വിവാഹിതനായത് ഡാഡിയുടെ വാഗ്ദാനം നിറവേറ്റാനാണ്. എന്റെ അഭിമാനം രക്ഷിച്ച മകനോട്
എനിക്കൊരപേക്ഷ കൂടിയുണ്ട്. ഇന്നു മുതൽ നീ അവളെ കാണരുത്. ഉഷയുടെ ദുഃഖം കാണാൻ എനിക്ക് കഴിയില്ല. എന്റെ ദുഃഖം എന്തുകൊണ്ട് ഡാഡി കാണുന്നില്ല? നിനക്ക് ദുഃഖം എന്തിന്? സ്നേഹബന്ധം എന്തെന്നറിയാത്ത ഡാഡിക്ക് എന്റെ ദുഃഖത്തെ പറ്റി എങ്ങനെ അറിയാൻ കഴിയും? എനിക്ക് മാത്രമേ അത് മനസ്സിലാവൂ. പക്ഷേ മകനെ ഓർത്ത് വേദനിക്കുന്ന ഒരു അച്ഛന്റെ ദുഃഖം നിനക്ക് മനസ്സിലാവില്ല. സ്നേഹത്തിനും കടപ്പാടിനും വേണ്ടി എന്തും നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. അത് നീ മറക്കരുത്. കിടന്നൊരു പെണ്ണ്, അതിനോട് എന്താണ് ഇത്ര സ്നേഹം? സ്വത്ത് കഴിവുള്ള അവക്ക് രക്തബന്ധമുള്ള എന്നോട് എന്താണ് ഇത്ര പക? അപ്പോ ഞാൻ പടിയാസാരമായിക്കോട്ടെ എന്ന് അല്ലേ? ഉഷയെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാം. നീ അവിടെ ചെന്ന് ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. ആ അങ്ങനെ വഴിക്ക് വാ. ശരി, ഞാനിപ്പോ വരാം. ആ ഗോപി, എനിക്കൊരു ഉപകാരം ചെയ്യാം. ഉഷയെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാമോ? ഓ, വരാമല്ലോ. ആരെങ്കിലും ചോദിച്ചാലേ എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞാൽ മതി. ആരായാലും എനിക്കെത്താ. അവളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. നിനക്ക് അവളുടെ സ്വത്ത്, വേറൊരുത്തിക്ക് അവളുടെ ഭർത്താവ്. ഇനി നീ ഉഷയെ ശല്യം ചെയ്താൽ നിന്റെ കൈ ഞാൻ വെട്ടിക്കളയും, റാസ്കൽ. മേനോന്റെ മകളെയും ഭാര്യയും സഹായിക്കാൻ ഞാനുണ്ടാവും. അതെന്റെ കടമയാണ്. നിങ്ങൾ ധൈര്യമായിരിക്കണം. കഴിയുന്നതും വേഗം പ്രഭയും ഉഷയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തണം. ഇല്ലെങ്കിൽ രാധമ്മയ്ക്ക് മകൾ നഷ്ടപ്പെടും. പ്രഭയിൽ എന്തും ചെയ്യാൻ മടിക്കാത്തൊരുത്തനായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ എന്തായി? നിങ്ങൾ എന്റെ സഹോദരന്റെ മകൻ അപ്പു. ഉഷയെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ ഞാൻ അമ്മയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചതല്ലേ? ഉഷയെ ആവശ്യമുള്ള ഒരാൾ തന്റെ അടുത്തോടു കൂടി നിൽക്കുമ്പോൾ എതിരാളിയെ നേരിടാൻ ഒരു ആയുധം കൂടി. എന്താ ആലോചിക്കുന്നത്? ആ, ഇനി രാധമ്മയെയും മകളെയും രക്ഷിക്കാനുള്ള വഴിയുമായിട്ട് ഞാൻ തിരിച്ചു വരും. പോയിട്ട് വരാം. പോയടാ. എന്തുപോയി? കണ്ണുപോയി. നമ്മുടെ അളിയൻ നമുക്കിട്ടൊരു പണി പണത്. ആര് ഗോപിയണ്ണ? ആര് കാറിൽ കയറിയാലും ലോഹിയൊക്കെ ചോദിച്ച് സോപ്പിട്ടോളാൻ പറഞ്ഞു. ഞാൻ നമ്മുടെ കൗസല്യ ടീച്ചർ കാറിൽ കയറിയപ്പോ ഞാൻ ടീച്ചറോട് ചോദിച്ചു. അണ്ണൻ വല്ല വേണ്ടാതിനും ചോദിച്ചു കാണും. എനിക്ക് ആ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? കല്യാണം കഴിച്ചോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞ് കുട്ടികളെ വേണ്ടെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന ആശുപത്രിയിൽ വെച്ചാ അവരെന്റെ ഇടത്തെ ഹെഡ്ലൈറ്റ് നോക്കി ഒച്ചയാട്ടി. എന്റെ അമ്മോ, എന്താടാ? കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളുടെ അടുത്ത് കുട്ടികളുണ്ടോന്ന് ചോദിച്ചാ അണ്ണൻ ഒരു കണ്ണല്ല 3 കണ്ണും പോവും. ഓഹോ, അപ്പൊ എന്നോട് പറഞ്ഞത് ജാക്കി ലിവർ കൊണ്ടതല്ലേ? എന്റെ കണ്ണില് ജാക്കി ലിവർ തന്നെയാ കൊണ്ടത്. ഇവന്റെ കണ്ണിലാ കൗസല്യ ടീച്ചർ അടിച്ചത്. നിന്റെ ഏത് കണ്ണിലാണ് അടിച്ചത്? വലത്തെ കണ്ണിലല്ലേ? ചേച്ചി നോക്കിയ ചേച്ചി ഈ കണ്ണില്. വണ്ടി ഓടിക്കും. മതി. ഓ, ഇതുപോലൊരു മനുഷ്യൻ. ഇരിക്കണം. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്നെ അപ്പു മറന്നു കാണാൻ വഴിയില്ല. ഇല്ല, ഓർമ്മയുണ്ട്. എന്തിനാണാവോ എന്നെ ആളയച്ച് വിളിപ്പിച്ചത്? പറയാം. ഉഷയുടെ വിവാഹബന്ധം വേർപെടുത്തിയാൽ നിങ്ങൾ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ? അല്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് അവളെ മാത്രമായിട്ട് ആവശ്യമില്ല. എന്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്ത്
അവളുടെ പേരിൽ എഴുതി വെച്ചതുകൊണ്ടാണ് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്വത്ത് ലഭിച്ചാൽ നിങ്ങൾക്ക് ഈ വിവാഹത്തിൽ സമ്മതമാണ്. എങ്കിൽ ഞാൻ തയ്യാറാണ്. ഉഷയുടെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന കാര്യം എനിക്ക് വിട്ടേക്ക്. ഒരു കാര്യം തീർച്ചയാണ്, എന്റെ സ്വത്തിനു വേണ്ടി അമ്മയെയും മകളെയും ഞാൻ വകവരുത്തിയെന്നും വരും. ക്ഷമിക്കോ പോ, എല്ലാറ്റിനും ഞാനൊരു വഴി ഉണ്ടാക്കും. തീർച്ചയാണോ? ഒരു കാര്യം ഞാൻ ഒരിക്കൽ മാത്രമേ പറയൂ. താങ്ക് യു സാർ. എന്താ എന്താന്ന്? കഥ കടയ്ക്കൂ, അവർ വരുന്നുണ്ട്. ആര്? ഏതവന്മാര്? എന്താ നിന്ന് കളഞ്ഞ്? എന്ന് പിടിച്ചോണ്ട പോടാ. നീ ഏതാ? അടുത്ത വീട്ടിലുള്ളതോ? അവിടെ വേറെ ആരുമില്ലേ? ഇല്ല. അപ്പൊ ഒറ്റയ്ക്കാണോ താമസം? അല്ല, എന്റെ ചേട്ടൻ താമസിച്ചേ വരൂ. അവിടുത്തെ മറ്റു താമസക്കാര് ദൂരെ എടുത്തൊരു കല്യാണത്തിന് പോയിരിക്കുക. സന്തോഷം. ഏതായാലും എനിക്ക് രാത്രി ഒരു കൂട്ടായല്ലോ. വാ വാ ഇരിക്കേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇവിടെ ബ്ലൗസ് ഒന്നുമില്ല, അതിടുന്ന ആൾക്കാരുമില്ല. ഷർട്ട് വേണമെങ്കിൽ തരാം. വേണ്ട. പിന്നെ എന്നെ കുറ്റം പറയരുത്. രാത്രി സമയം നമ്മൾ രണ്ടുപേരും മാത്രം. വേഷം ഇതും എനിക്ക് വേണ്ടാത്തത് വല്ലതും തോന്നിയാൽ അങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഓ, തോളത്തിടാനല്ല പറഞ്ഞത്. ഇനി ഇവിടെ ഇരിക്കെ. രാത്രി മുഴുവൻ ഞാൻ കാവലിരിക്കണോ? എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കട്ടെ. പക്ഷേ വിളക്കണക്കാതെ എനിക്ക് ഉറക്കം വരികയല്ല. എന്നാ ഞാൻ വിളക്കണക്കട്ടെ. എങ്കിൽ ഞാൻ പോയിക്കൊള്ളാം. പോയിക്കോ. അവര് അവിടെ ഞാൻ ഉണ്ടെങ്കിലോ? അവരെത്ര പേരുണ്ടായിരുന്നു? 2 പേരുണ്ടായിരുന്നു. നിനക്ക് ഒരാളെ നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ കിടക്കാം. അതല്ല, കൂടുതൽ ധൈര്യമുണ്ടെങ്കിൽ പോവാം. അപ്പൊ കുറച്ച് ധൈര്യമുള്ളല്ലേ ദീപണ്ണേ? ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ഇതാ നോക്ക്, ഇവിടെ കിടന്ന് ഉറങ്ങിട്ട് രാവിലെ വീട്ടിൽ പോവാൻ നോക്ക്. കിടന്നോ. അപ്പോ കിടക്കാനോ? ഇത് 2 പേർക്ക് കിടക്കാമല്ലോ. എനിക്ക് തറയിൽ കിടക്കുന്ന ഇഷ്ടം, അതുകൊണ്ടാണ് ഇവിടെ കട്ടില്ലാത്തത്. അതിരിക്കട്ടെ. നീ എങ്ങനെ പാർട്ടി ഉറക്കത്തിൽ കിടന്ന് ഉരുളൂ? ഇല്ല. എന്നാ ഞാൻ ചിലപ്പോ ഉരുണ്ടെന്ന് വരും. കിടന്നോ. നീ കയ്യോ കാലോ അടുത്ത് കിടക്കുന്നവരുടെ മേത്തിടുവോ?
ഇല്ല. എന്നാ ഞാൻ ചിലപ്പോ ഇട്ടെന്ന് വരും. നീ കിടന്ന് വിളിച്ചു പോയി ആളെ കൂട്ട്. കിടന്നു. നിൽക്കവിടെ. അവളുമായി കാണരുതെന്ന് പറഞ്ഞില്ലേ? ചോദിച്ചത് കേട്ടില്ലേടാ? പറയൂ, നീ അവളെ കാണാൻ പോയതല്ലേ? അതെ. അതെ, എന്റെ വാക്കുകൾ ഒട്ടും വില കൽപ്പിച്ചിട്ടില്ല. ഇനി വാക്കുകളില്ല. അയ്യോ, അരുത്, അരുത്, എന്നെ മോനെ ഒന്നും ചെയ്യരുത്. മാറൂ, അവിടെ നിന്ന് മാറാൻ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ലക്ഷ്മി, അവനെ വിട്. എന്നെ അനുസരിക്കാത്ത മകൻ എനിക്ക് വേണ്ട. നീ മാറുന്നോ ഇല്ലയോ? ഇല്ല, എന്നെ കൊന്നിട്ടായിക്കോളൂ. എന്റെ പൊന്നു മോനെ, അച്ഛൻ പറയുന്ന ഒന്ന് കേൾക്ക് മോനെ. എന്നെ അനാഥയാക്കല്ലേ അച്ഛാ. അച്ഛാ, അച്ഛാ, എന്തേട്ടാ? നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ നിനക്ക് ഇത്ര ധൈര്യം? തെരുവിൽ നിന്നും നിന്നെ കൊണ്ടുവന്നത് ഒരു അഴിഞ്ഞാട്ടക്കാരിയാകാനല്ല. ആരാടി അവിടെ താമസിക്കുന്നത്? ഇവിടെ താമസിക്കുന്ന ഞാനാ, പീറ്റർ. ഓഹോ, താനിവിടെ ഉണ്ടല്ലേ? ഒരു കാര്യം ഓർമ്മിക്കുന്നത് നന്ന്. പറഞ്ഞാൽ ഓർത്തു വെക്കാൻ ശ്രമിക്കാം. ഇവൾ ഒരു അനാഥയല്ല, അവൾ എന്റെ. അതേതായാലും നന്നായി. ടാക്സി ഡ്രൈവർ ഗോപി ആളിത്തിരി പെശകാണ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അല്ല, അകത്തുപടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇപ്പോഴല്ല, പിന്നെ ഞാൻ രാത്രി വരാം. ഉറങ്ങരുത്. എടി പെണ്ണേ, നീ കൊള്ളാമല്ലോ. എന്നെ തല്ലു വിളിച്ച് അടങ്ങൂ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീയാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എന്തിനു വിവാഹത്തിന് സമ്മതിച്ചു? നിന്നെ വിവാഹം കഴിച്ചാൽ എന്നെ അവളിൽ നിന്നും വേർപെടുത്താമെന്ന് കരുതി. ഇല്ല, അതാർക്ക് സാധ്യമല്ല. ഞാൻ അവളെ കാണും, എന്നും കാണും, എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ. ഞാൻ മാത്രമാണെങ്കിൽ സാരമില്ല. അച്ഛനും അമ്മയും പിന്നെ ഈ നാട്ടുകാരും ഒക്കെ ഇതറിയുന്നില്ലേ? നാട്ടുകാരോ? ആ, ഒരു ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന കേട്ടല്ലോ. ഓഹോ, അവനത് ഇവിടെ എത്തിച്ചല്ലേ? അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ദൈവത്തെ വിചാരിച്ച് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാതിരിക്കാനെങ്കിലും എന്നോട് സ്നേഹം കാണിച്ചുകൂടെ? എങ്ങും പോകാതെ കുറച്ചു ദിവസമെങ്കിലും ഇവിടെ കഴിഞ്ഞൂടെ? സാധ്യമല്ല. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും, ഇവിടെ താമസിപ്പിക്കും. വേണമെങ്കിൽ ഇന്ന് തന്നെ. എന്നെ തടയുന്നത് ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. വേണ്ടാത്തൊന്നും കാണിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പലതും സംഭവിക്കും. എന്ത് വേണം സംഭവിച്ചോട്ടെ. മാറ്. മോനെ, മോനെ പ്രഭേ. ഇല്ല, ഞാൻ ആരുടെയും മോനല്ല. നിങ്ങൾ എന്റെ ആരുമല്ല. വിടും. അങ്ങനെ പറയില്ല മോനെ. വിടാനല്ലേ പറഞ്ഞത്? മോനെ, മോനെ, പോകരുത് മോനെ. നിൽക്ക് മോനെ, ഞാൻ പറയുന്നത് കേൾക്ക് മോനെ. അയ്യോ അമ്മേ, 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 അമ്മേ. സാരമാക്കാനില്ല, ഒരു ചെറിയ ഷോക്ക് മാത്രം. ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. താങ്ക് യു. ഞാൻ വരട്ടെ.
മോനെ 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 മോനെവിടെ? എന്റെ മോനെവിടെ? ഞാൻ എവിടെയാണ്? എന്റെ മക്കൾ എവിടെ? ലക്ഷ്മി, എന്താ ഇത്? ലക്ഷ്മിയോ? ഞാൻ മീനാക്ഷിയാണ്. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ ഉടനെ കാണണം. എനിക്ക് പോണം. ലക്ഷ്മി, അനങ്ങാതെ കിടക്കൂ. അനങ്ങാതെ കിടക്കാൻ. എനിക്ക് എന്റെ മക്കളെ ഉടനെ കാണണം. ലക്ഷ്മി, എന്താ ഇത്? ലക്ഷ്മി, വിടാനല്ലേ പറഞ്ഞത്? അനങ്ങാതെ കിടക്കൂ ലക്ഷ്മി. ലക്ഷ്മി, അയ്യോ, എന്തൊക്കെ പറ്റി? എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു? ഞാൻ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ പറയുന്നു കേൾക്ക്. കുറച്ചു നേരത്തേക്ക് സമാധാനമായി കിടക്ക്. വേണ്ട, എന്റെ മക്കൾ വഴി കാത്തിരിക്കും. എനിക്ക് പോണം. അമ്മേ, അമ്മ ഇവിടെ കിടക്കൂ. ഞാൻ നിന്റെ അമ്മയല്ല. എന്റെ മോൾ കുഞ്ഞാണ്. എനിക്കത് കാണണം. ലക്ഷ്മി, നീ ഒരു കാർ അപകടത്തിൽപ്പെട്ടതാണ്. എന്നാൽ എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ? അവർ മണ്ഡപത്തിൽ തന്നെ വിശന്നിരിക്കുകയായിരിക്കും. എന്താ നോക്കി നിൽക്കുന്നത്? പോയി കൂട്ടിക്കൊണ്ടുവരൂ. ലക്ഷ്മി, 20 വർഷം കഴിഞ്ഞിട്ടാണ് നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. 20 വർഷമോ? 20 വർഷമോ? അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെവിടെ? മോനെവിടെ? അയ്യോ, എനിക്ക് അവരെ കാണണം. ഞാൻ പോവും. അയ്യോ, എന്റെ മോനെവിടെ? എനിക്ക് അവരെ കാണണം. അമ്മേ, പറയുന്ന കേക്കമ്മേ. അയ്യോ, അമ്മേ, 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 ഇങ്ങോട്ട് നോക്കമ്മേ. മിണ്ടിപ്പോകരുത്. പ്രഭയെ കാണാൻ ഇനി നീ ശ്രമിക്കരുത്. അത് പറയാൻ നിങ്ങളാര്? ഞാൻ ആരാണെന്ന് നിനക്കറിയണോ? അല്ലേടി? പ്രഭയുടെ ഭാര്യ ആരാണെന്ന് നിനക്കറിയാമോ? എനിക്കതറിയാം. എന്റെ പെങ്ങളാണ്. അവളെ സങ്കടപ്പെടുത്തുന്ന ആരെയും ഞാൻ വെറുതെ വിടുന്നു. അതുകൊണ്ട് മേലിൽ നീ പ്രഭയെ കാണരുത്. കാണും. ഇനി അവൻ ജീവിച്ചിരുന്നുകൂടാ. 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 നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. ഇതിനു മുമ്പ് നീ ഇവിടെ വന്ന് എന്ത് ചെയ്തു എന്ന് എനിക്കറിയാം. എഴുന്നേൽക്ക്. അന്ന് നീ കാണിച്ച പാതകത്തിന്റെ ശിക്ഷ എന്താണെന്ന് നിനക്കറിയാമോ? ശിക്ഷ എനിക്ക് പുല്ലാണ്. ഞാൻ മാത്രമാണ് ദൃക്സാക്ഷി. ഏത് കോടതിയിലും പറഞ്ഞു എന്ത് ശിക്ഷയും എനിക്ക് തന്നോട്ടെ. ഒരു കോടതിയും ഇതറിയാൻ പോകുന്നില്ല. പക്ഷെ ഒന്ന്, പീറ്റർ, നിന്റെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന പീറ്റർ, അവന്റെ ശവം എന്നെ കാണിച്ചു തന്നാ മതി. എന്തു പറയുന്നു? ചേട്ടൻ വലിയ മുൻകോപിയാ. ഇപ്പോഴെങ്ങനെ വന്നാൽ എന്നെ കൊന്നുകളയും. നീ ഇങ്ങനെ പേടിച്ചാലോ? വന്നാ വരട്ടെ. പീറ്ററിന്റെ എല്ലാം തമാശയാ. നീ ഒരു പെണ്ണും ഞാൻ ഒരാണും. നിന്റെ ചേട്ടനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞോളാം. സമ്മതിക്കാതിരിക്കില്ല. ഞാൻ പോട്ടെ. ചേട്ടൻ വന്നെന്ന് തോന്നുന്നു. വന്നാലെന്താ? നിന്നെ കാണില്ല. വിളിക്കും. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലും. അതെ അതെ, ചേട്ടനെ അറിയാൻ പാടില്ല എന്നിട്ടാ. ഞാൻ നിന്റെ ചേട്ടനോട് വിവരം പറയും. സമ്മതിച്ചില്ലെങ്കിൽ നേരെ നിന്നെയും കൂട്ടിക്കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് നമ്മൾ ഭാര്യാഭർത്തക്കന്മാരാവും.
ഓമനെ ഓമനെ പീറ്റർ, എന്റെ പേര് അത് തന്നെയാണ്. ഇവൾ എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞത് ഓർമ്മ കാണുമല്ലോ. ഒരിക്കൽ പറയുന്നത് പീറ്റർ മറക്കാറില്ല. ഇവൾ ഒരു പാവമാണ് പീറ്റർ. ഇവളെ തന്റേടിയായ ഒരുവന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് സാധിച്ചിരിക്കുന്നു. ഓമനിക്ക് ഒരു ദുഃഖവും ഉണ്ടായില്ല ഗോപി. ഈ ഉറപ്പ് മാത്രം മതി എനിക്ക്. അവളെ കൊന്നു. കൊന്നു സാർ. എന്തിന്? സാറിന്റെ മകനും മരുമകളും രക്ഷപ്പെടാൻ വേണ്ടി. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര താല്പര്യം? അന്യായം എവിടെ കണ്ടാലും എനിക്ക് സഹിക്കാനാവില്ല സാർ. ഒരു കുടുംബജീവിതം തകർക്കാൻ ശ്രമിച്ചവളാണ് ആ പെണ്ണ്. നിങ്ങൾ പറയുന്നുവെന്നും എനിക്ക് മനസ്സിലാകുന്നിരിക്കുന്നു. ഇതിലെന്തൊക്കെയോ രഹസ്യങ്ങളുമുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല സാർ. ഏതായാലും ഞാനിവിടെ വന്ന കാര്യം ആരും അറിയരുത്. നിൽക്കൂ. വിധിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം സാർ. നിൽക്കൂ. പറയൂ, നിങ്ങൾ ആരാണ്? ഉഷ, എന്റെ ഭർത്താവിനെ കാമുകിയുടെ പിടിയിൽ നിന്ന് രക്ഷിച്ച ആള് ആരാണെന്ന് എനിക്കറിയണം. ഞാൻ നിങ്ങളോട് സ്നേഹമുള്ള ഒരു ടാക്സി ഡ്രൈവർ ഗോപി. നിങ്ങൾ എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ട ആഭരണങ്ങൾ തിരിച്ചു തരാനായി നിങ്ങൾ വന്നു. മറ്റൊരിക്കൽ എന്റെ ഭർത്താവ് വഴിതെറ്റിയപ്പോൾ വിവരം നിങ്ങൾ എന്റെ അമ്മയെ അറിയിച്ചു. ഇപ്പോഴിതാ എന്റെ ദുഃഖം തീർക്കാൻ വേണ്ടി എന്റെ ഭർത്താവിന്റെ കാമുകിയെ നിങ്ങൾ കൊന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഞാൻ എന്റെ കടമ ചെയ്തു എന്ന് മാത്രം. അതിന് നിങ്ങൾ എന്റെ ആരാണ്? ഞാൻ വേണ്ട, ഉഷ വെക്കോളൂ. സത്യം പറയാതെ ഞാൻ പോവില്ല. ഒരിക്കൽ നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ഗോപിയേട്ടൻ. ചേട്ടൻ, എന്റെ ഗോപിയേട്ടൻ. നമ്മൾ തമ്മിലുള്ള ബന്ധം ആരും അറിയരുത് ഉഷേ. ചേട്ടാ, നീ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് ഞാനൊരു കൊലപാതകയായത്. ഒരു കൊലപ്പുള്ളിയുടെ സഹോദരിയാണ് നീ എന്നറിഞ്ഞാൽ ലോകം നിന്റെ മുഖത്ത് കാർത്തുപ്പോ. നീ ഇവിടെ നിൽക്കരുത്, വേഗം പോകൂ. എന്റെ ചേട്ടനെ ഞാനൊന്ന് കണ്ടോട്ടെ. വേണ്ട, പോകൂ പോകൂ. ചേട്ടാ, പോകാൻ. കൺമണി പൂക്കണിയായി എൻ കണ്ണിൽ നിൽപ്പു നീ തേൻ കണിയായി എന്നുള്ളിൽ
രാരിരരോ, രാരിരോ. അമ്മേ, മോളെ. ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാം, അല്ലെങ്കിൽ രക്തബന്ധം പോലും ഞാൻ ഇവിടെ മറന്നുകളയും. നീ എന്ത് ചെയ്താലും ശരി, എന്റെ മോടെ പേർക്ക് എഴുതി വെച്ച സ്വത്തിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ നിനക്ക് തരില്ല. എങ്കിൽ ഇപ്പോൾ ആ മകളെ കൂടി ഇവിടെ കൊണ്ടുവരും. കാത്തിരുന്നു. അപ്പോ എന്റെ മകൾ നഷ്ടപ്പെട്ടതോടെ പ്രഭയെ പിടിച്ചു നിർത്താനുള്ള അവസാനത്തെ കണ്ണി വറ്റുപോയി. ഇനി ബാബു സുരേഷിനോട് പ്രതികാരം ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ ചെയ്തിരിക്കും. പ്രഭയെ തന്ത്രപൂർവ്വം കസ്റ്റഡിയിലെടുക്കണം. എനിക്കുണ്ടായ അനുഭവം അവനും സംഭവിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ജയിച്ചു എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയാനാവൂ. ഒടുവിൽ മതി എനിക്ക് അയാളെ. ഡ്രൈവർ ഗോപി നമ്മളെ വഞ്ചിക്കുകയായിരുന്നു. ഗോപിയും പീറ്ററും ഇപ്പോൾ സുഹൃത്തുക്കളാണ്. എന്നെ വഞ്ചിച്ചവന്മാരെയെല്ലാം ഒന്നിച്ച് ഞാൻ കാണാൻ പോവുകയാണ്. എന്നെ വേണമെങ്കിൽ നീ കൊന്നോളൂ. എന്റെ മോളെ നീ അവിടെ കൊണ്ടുവന്നാക്ക്. അതിനുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഉഷയെ കൊണ്ടുവന്നാക്ക്. അത് മാത്രം സാധ്യമല്ല. വിടാവളെ. പിടിച്ചു കിടന്നവനെ. ഉഷയെയും അമ്മയും കൂട്ടിക്കൊണ്ടു പോകും. എവിടെ എന്റെ മകൻ? അവന്റെ ശവത്തിനായി കാത്തിരുന്നുള്ളൂ. എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഭീഷണിപ്പെടുത്താതെ. ശങ്കരൻകുട്ടി. അന്ന് എന്റെ പേർ ശങ്കരൻകുട്ടി എന്നായിരുന്നു. എന്റെ സഹോദരിയെ നശിപ്പിച്ച നിന്റെ ചേട്ടനെ കൊന്നപ്പോ, പണക്കാർക്ക് മാത്രമേ അഭിമാനമുള്ളൂ എന്ന് പറഞ്ഞ നിന്റെ അച്ഛനെ കൊന്നപ്പോ, അത് നീ ആയിരുന്നു.
ഒരു കുടുംബം മുഴുവൻ നശിപ്പിച്ച ദുഷ്ട നിന്നെ ഞാൻ പ്രഭേ, നീ എന്തിനിവിടെ വന്നു? ഓ, നീയും എത്തിയിരിക്കുന്നു. എനിക്ക് അച്ഛനെയും മകനെയും ആവശ്യമാണ്. പിടിച്ചു കേടാ അവനെ. ഇവനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് വേണം എനിക്ക് കൊല്ലാൻ. അതിനുള്ള ധൈര്യം നിനക്കുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇവൻ നിങ്ങളുടെ മുമ്പിൽ പടഞ്ഞു വീഴുന്നത് കാണുമ്പോ ഞാൻ എന്റെ സഹോദരിയുടെ ആത്മാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റപ്പെടുകയായിരിക്കും. ഇവൻ ആരാണെന്ന് നിനക്കറിയാമോ? ബാബു സുരേഷിന്റെ മകൻ പ്രഭാകരൻ. അല്ല, ഇവൻ എന്റെ മകനല്ല. പ്രഭ മരിച്ചുപോയ നിന്റെ സഹോദരിയുടെ മകനാണ്. അന്ന് ചോരയിൽ കുളിച്ചു കിടന്ന് എന്റെ അമ്മാവന്റെ മകന്റെ അടുത്ത് നിന്ന് ഞാൻ എടുത്തു വളർത്തിയ നിന്റെ സഹോദരിയുടെ മകൻ. ഇവൻ എന്റെ മകനാണ്. ഇവനെ നീ വളർത്തണം. ഒരു ദുഃഖവും എന്റെ മോനുണ്ടാകരുത്. ഇവന് ഞാൻ ഒരു ദുഃഖവും ഉണ്ടാക്കില്ല. ഞാനിവനെ എന്റെ സ്വന്തം മകനായിട്ട് തന്നെ വളർത്തും. ഞാൻ അന്ന് കൊടുത്ത വാഗ്ദാനം ഞാൻ നിറവേറ്റി. അവനെ ഞാൻ വളർത്തി, നിന്റെ സഹോദരിയുടെ മകനെ. എന്റെ സഹോദരിക്ക് കിട്ടാത്ത സുഖം അവളുടെ മകനും അനുഭവിക്കണ്ട. എടാ ശങ്കരൻകുട്ടി, എന്റെ അപ്പച്ചനെ പങ്കായം കൊണ്ട് അടിച്ചു കൊന്നു നിന്നെ ശരിക്കൊന്ന് കാണാൻ തന്നെ ഞാൻ വന്നത്. അതോ
ഉഷേ ഇല്ലേ? ഇല്ല, എന്ത് വേണം? നിങ്ങൾ ആരാണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഇത്? ചേട്ടാ, അമ്മേ, ഇതാരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? നമ്മുടെ ഗോപിയേട്ടൻ. എന്റെ മോനെ, എന്റെ മോനെ, മോനെ ഗോപി, ഗോപി, നോക്കൂ, ഇതെന്റെ മകനാണ് ഗോപി, എന്റെ മോൻ. ലക്ഷ്മി ഒന്ന് ചിരിച്ചു കാണുന്നതെന്നാണ്. മക്കളെ തിരിച്ചു കിട്ടിയത് കൊണ്ട് ലക്ഷ്മി ഒന്ന് ചിരി കാണാൻ കഴിഞ്ഞു. അമ്മേ, ഞാൻ അമ്മ ഒത്തിരി വേദനിപ്പിച്ചു. അമ്മ എനിക്ക് മാപ്പ് തരാം. നീ എന്നോട് മാപ്പ് ചോദിക്കൂ. നീ എന്റെ മോനല്ലേ, നിനക്ക് എന്നോട് എന്തും പറയാം. എന്താ, എന്ത് വേണം? സാർ, എന്റെ അനുജത്തെയും ഭർത്താവിനെയും രക്ഷിക്കാൻ വേണ്ടി എനിക്ക് മറ്റൊരു കൊല കൂടി ചെയ്യേണ്ടി വന്നു. മോനെ, നിൽക്കൂ. മോനെ, മോനെ, നിൽക്കൂ മോനെ. മോനെ, മോനെ, ഗോപി, അമ്മയെ വിട്ടിട്ട്